ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. വെൽക്കം ബാക്ക് ടു ടെയിൽസ് ഓഫ് നെജു. ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു മോർണിംഗ് വ്ളോഗാണ്. അതായത് മഴയുള്ള ഒരു ഞായറാഴ്ച ദിവസത്തെ വിശേഷങ്ങളാണ് ഇന്ന് കാണിക്കുന്നത്. രാവിലത്തെ വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ രാവിലെ തന്നെ നല്ല മഴയാണ്. അപ്പോൾ ഇതാ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലത്തെ നിസ്കാരവും പ്രാർത്ഥനയും അതുപോലെ തന്നെ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കിച്ചണിൽ നിന്നും പുറത്തേക്ക് കാണുന്ന വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇതാ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഒരു ഗ്യാസ് സ്റ്റോപ്പിൽ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് രാവിലെ കുടിക്കുന്ന ഒരു ഡ്രിങ്കാണ്. നമ്മൾ വയറ് കുറക്കാനായിട്ടും അതുപോലെ തന്നെ അടിവയറ്റിലെ കൊഴുപ്പ് കുറക്കാനായിട്ടും ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് അത് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മാറ്റം പറയാനായിട്ടില്ല, എന്നാലും ആ ഡ്രിങ്ക് എന്താണെന്ന് പറയാം. തലേ ദിവസം തന്നെ 1 ടീസ്പൂണ് ചെറിയ ജീരകം വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ മതിയാവും. എന്നിട്ട് രാവിലെ ഒരു ഗ്ലാസ് വെള്ളവും അതുപോലെ തന്നെ ഈ ചെറിയ ജീരകം കൂടെ നന്നായിട്ട് തിളപ്പിക്കുക. അതിലേക്ക് ഒരു അരമുറി ചെറുനാരങ്ങയും കൂടെ കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് വേണം തിളപ്പിക്കാനായിട്ട്. എന്നിട്ട് ഒരു 1/4 ഭാഗം വറ്റിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് 3/4 ഗ്ലാസ് കിട്ടും. എന്നിട്ട് ഈ വെള്ളമാണ് വെറും വയറ്റിൽ കുടിക്കുന്നത്. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയെടുക്കുന്നത് ദോശയായിരുന്നു. നീർദോശയാണ്. അതിന് വേണ്ടിയിട്ട് അരി അരച്ചെടുക്കുകയാണ്. അപ്പോൾ രാവിലെ മോള് മദ്രസയിലേക്ക് തറവാട് വരെ ആക്കി കൊടുക്കാറുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അരി അരച്ചിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആണെങ്കിൽ അരി അരച്ചതിന് ശേഷമാണ് പോവൽ. അപ്പോൾ മോള് കിടന്നുറങ്ങുകയാണ്. അപ്പോൾ അവളെ വിളിക്കാനായിട്ട് റൂമിലേക്ക് വന്നതായിരുന്നു. അപ്പോൾ അവളെ എണീപ്പിച്ച് പിന്നെ അവളുടെ പല്ലുതേപ്പും കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മദ്രസയിലേക്ക് വിടാറ്. അപ്പോൾ റൂമിൻ്റെ ജനലൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. മഴയാകുമ്പോൾ ഉള്ളിലേക്ക് തണുപ്പ് കിട്ടാനായിട്ട് അതിന് തന്നെ ജനൽ തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ കുളിക്കുന്ന ടൈം കൊണ്ട് ഞാൻ അവൾക്കുള്ള ഉടുക്കാനുള്ള ഡ്രസ്സും അതുപോലെ തന്നെ അവളുടെ ബാഗ്, കുട, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുത്ത് വെക്കാറാണ് ചെയ്യാറ്. അപ്പോൾ തറവാടിൻ്റെ അവിടേക്ക് പോയിട്ട് കുട്ടികളുണ്ടാവും. ഇപ്പോൾ 6:45 ആയിട്ടുണ്ട്. 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങലാണ് ചെയ്യൽ. അപ്പോൾ മോൾക്ക് വേണ്ടിയിട്ട് ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അങ്ങനെ കഴിക്കില്ല. എന്തെങ്കിലും പലഹാരവും ചായയും കൂട്ടിയിട്ടാണ് പോവൽ. ചിലപ്പോൾ എന്തെങ്കിലും കടി ഉണ്ടാക്കിയാൽ ഒരു കഷ്ണം കഴിക്കാറുള്ളൂ. ചിലപ്പോൾ അതിനുള്ള ടൈമും ഉണ്ടാവാറില്ല. അവൾക്ക് വേണ്ടിയിട്ട് ചായയും ബിസ്ക്കറ്റുമാണ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും അവളുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഫ്രോക്കല്ല അവൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് പൊതുവേ അങ്ങനെയാണ്. ഞാൻ എടുത്തു വെച്ച ഡ്രസ്സ് ചിലപ്പോഴേ അവൾക്ക് പറ്റാറുള്ളൂ. പിന്നെ അവളുടെ ഇഷ്ടത്തിന് അവൾക്ക് പറ്റിയ ഡ്രസ്സാണ് ഇട്ട് പോവാറ്. അപ്പോൾ അവൾ വേറെ ഫ്രോക്കാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 6:45 എണീക്കൽ. 7 മണിയാകുമ്പോഴേക്ക് വീട്ടിൽ നിന്നും ഇറങ്ങണം. പിന്നെ തറവാട്ടിൽ നിന്ന് കുറച്ച് കുട്ടികളും കൂടെ ഉണ്ട് അവിടെ നിന്ന് പോകാനായിട്ട്. അപ്പോൾ ഇതുപോലെ സ്നാക്കും കടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ റൂമിലോട്ട് തന്നെ കൊണ്ടുവന്നിട്ട് വേഗം ചായ കൊടുക്കലാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. മഴയായത് കാരണം കുടയൊക്കെ ചൂടിയിട്ടാണ് പോകുന്നത്. പിന്നെ ഞായറാഴ്ച ദിവസമായത് കാരണം സ്കൂളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ 10 മണിക്കാവും മദ്രസ വിടാനായിട്ട്. അപ്പോൾ മോളെ കൂടെ പോകാനുള്ള കുട്ടികളാണ്. അവളുടെ ഫ്രണ്ട്സ് തന്നെയാണ്. നമ്മളുടെ വീടിൻ്റെ അടുത്തുള്ള കുട്ടികൾ തന്നെയാണ്. പിന്നെ മദ്രസയിലേക്ക് പോകുന്ന റോഡ് മെയിൻ റോഡാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് പോവൽ. രാവിലെ തന്നെ വലിയ വലിയ ലോറിയൊക്കെ ഉണ്ടാവും. മദ്രസ് സ്കൂളിൽ ഉള്ള ദിവസങ്ങളിൽ 10 മണിക്ക് മുന്നേ ആയിട്ട് വലിയ വലിയ ലോറികളൊന്നും പോകാൻ പാടില്ല എന്നാണ് പഞ്ചായത്തിൻ്റെ നിർദ്ദേശം. എന്നാലും വലിയ വലിയ ലോറികൾ പോവാറുണ്ട്. മലപ്പുറത്തുള്ള പലർക്കും അറിയാമായിരിക്കും ചെരിപ്പടിമല മിനിയൂട്ടിയൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെ ക്രഷറും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം മെറ്റൽ, എംസാൻഡ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുപോകുന്ന വലിയ വലിയ ലോറികളുണ്ടാവും. പിന്നെ നമ്മുടെ അടുത്ത് തന്നെയാണ് മദ്രസയും സ്കൂളും, അതുപോലെ 2-3 സ്കൂളുകളുണ്ട്. അതുകൊണ്ട് അതൊക്കെ 10 മണി വരെ നിരോധിച്ചിട്ടുണ്ട്. എന്നാലും അതിലൂടെ ഇതുപോലെയുള്ള വലിയ വലിയ വാഹനങ്ങളൊക്കെ പോകുന്നതാണ്. പിന്നെ രാവിലെ തന്നെ നീർദോശയും ചിക്കൻ കറിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറി തലേന്നത്തെയാണ്. അതിന് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മുറ്റത്ത് ഒരുപാട് ചണ്ടി ഉണ്ടായിരുന്നു. അതായത് പ്ലാവിൻ്റെ ഇലകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അടിച്ച് വാരി നീറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ചായ കുടിച്ച ശേഷമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കാണ് മഴയൊക്കെ ഒന്ന് തോർന്നത്. അപ്പോൾ നമ്മൾ മഴ പെയ്തതിന് ശേഷം മുറ്റടിച്ച് വാരി വൃത്തിയാക്കിയിട്ട് നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ ഇത് ബോഗൺവില്ലയുടെ ചെടിയാണ്. അത് താഴേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ബോഗൺവില്ല ഉണ്ടാകുന്ന ഒരു കാലമാണല്ലോ, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഫ്ലവർ ഉണ്ടായിട്ടുണ്ട്. പിന്നെ മുല്ലയുടെ കാലവുമാണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ 2 മുല്ലയാണിത്. നല്ല സ്മെല്ലാണ്. അപ്പോൾ ഞാനത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. കാണുന്നത് നമ്മുടെ വീട്ടിലെ സുറീനിയം ചെറിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സുറീനിയം ചെറി കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.